رسول الله رسول الله. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ ശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത, അതല്ലെങ്കിൽ ജീവിതത്തിൽ എങ്ങാനും അത് കടന്നു വരുന്നുണ്ട് എങ്കിൽ അതിനെ ബോധപൂർവം ഉപേക്ഷിക്കാൻ ശ്രമിക്കേണ്ട ഒരു സ്വഭാവമാണ് ധൃതി കാണിക്കുക, ഏതൊരു വിഷയത്തിലും വേഗത കാണിക്കുക എന്നുള്ളത്. ഒരിക്കലും ഒരു കാര്യത്തിലേക്ക് ധൃതിപ്പെട്ട് അടുക്കുക, അതല്ലെങ്കിൽ ഏതൊരു കാര്യങ്ങളും ധൃതിയോടുകൂടി ചെയ്യുക എന്നത് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു മോശമായ ഗുണമായിക്കൊണ്ടാണ്, മോശമായ സ്വഭാവമായിക്കൊണ്ടാണ് എണ്ണിപ്പറയുന്നത്. എന്താണ് വാസ്തവത്തിൽ വേഗത കാണിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇമാം റാഗിബ് റഹിമഹുല്ല വിശുദ്ധ ഖുർആനിലെ വാക്കുകളെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണുവാൻ സാധിക്കും. അൽ അജലതു തലബു ശൈഇ വതഹരീമുഹു വതഹദ്ദീഹി ഖബ്ല അവാനിഹി. വേഗത എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ സമയം എത്തുന്നതിന് മുമ്പ് തന്നെ അത് ആവശ്യപ്പെടുക, അതല്ലെങ്കിൽ അതിലേക്ക് അടുക്കുക, അതിൽ ശ്രദ്ധ പുലർത്തുക എന്നതാണ്. വഹുവ മിൻ മുഖ്തദ ശഹ്വ. അത് വികാരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട്, വൈകാരികമായ ചിന്തയുടെയും പ്രവർത്തനങ്ങളുടെയും ഭാഗമായിക്കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഫലിദാലിക സാറത്ത് മദ്മൂമതൻ ഫി ആമത്തിൽ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഈ അജലത്ത്, വേഗത കാണിക്കുക, ധൃതി കാണിക്കുക എന്നത് വിശുദ്ധ ഖുർആൻ ഒരു മോശമായ സ്വഭാവമായിക്കൊണ്ടാണ് എണ്ണിയത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. അഥവാ ഏതൊരു കാര്യത്തിലായാലും വേഗത കാണിക്കുക എന്നുള്ളത്, ധൃതി കാണിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ചേർന്ന നിലപാടല്ല എന്നർത്ഥം. വിശുദ്ധ ഖുർആൻ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പറഞ്ഞുവല്ലോ, ലാ തുഹദ്ദിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. നീ വേഗത കാണിച്ചുകൊണ്ട്, ധൃതി കാണിച്ചുകൊണ്ട് നിന്റെ നാവിനെ ചലിപ്പിക്കരുത്, സംസാരിക്കരുത് എന്നാണ്. അതേ സമയത്ത് വിശ്വാസി ഏതൊരു കാര്യത്തിലും പിന്നെ സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? അവനുണ്ടായിരിക്കേണ്ട സ്വഭാവം എന്താണ്? സാവകാശത്തോടുകൂടി, ആയാസത്തോടുകൂടി, സാവധാനത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത്തഅന്നി മിനല്ലാഹ്. സാവകാശം എന്നത് അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വൽ അജലതു മിനശ് ശൈത്താൻ. എന്നാൽ വേഗത കാണിക്കുക അത് പിശാചിൽ നിന്നുള്ളതാണ്, അത് പിശാചിൻ്റെ ഗുണമാണ് എന്നാണ്. മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഉലുൽ അസ്മിലെ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത് എടുത്ത് കാണുവാൻ സാധിക്കും. അവരോട് വിശേഷണമായി പറഞ്ഞത് കാണുവാൻ സാധിക്കും. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. പ്രവാചകന്മാരിലെ ഏറ്റവും ദൃഢമനസ്കരായ പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കുക. അപ്പം ക്ഷമയാണ്, സാവകാശമാണ് വിശ്വാസിയുടെ നിലപാട്, വിശ്വാസിയുടെ ഗുണം എന്നുള്ളത്. പിന്നെയോ വലാ തസ്തഅജിൽ ലഹും. ഒരിക്കലും കാഫിറുകളായ ആളുകൾക്കുള്ള ശിക്ഷ ലഭിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വേഗത കാണിക്കരുത്, ധൃതി കാണിക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത്. അഥവാ ഏതൊരു കാര്യത്തിലും ഒരു സാവകാശം, ഒരു സാവധാനം, കാര്യങ്ങളേറെ പക്വതയോടെ, കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട്, ആലോചിച്ചുകൊണ്ട്, സംയമനത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുക, കാര്യങ്ങളിലേക്ക് അടുക്കുക എന്നതാണ് വിശ്വാസിയുടെ
നിലപാടായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ അതേ സമയം തന്നെ നന്മകളുടെ വിഷയത്തിൽ, പുണ്യം നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളുടെ വിഷയത്തിൽ നമുക്കൊരു മാത്സര്യബുദ്ധി ഉണ്ടാകേണ്ടതുണ്ട്. അഥവാ കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് വേഗത്തിൽ ചെയ്യണമെന്നല്ല, അതേസമയത്ത് എനിക്ക് കൂടുതൽ നന്മകൾ ചെയ്യണമെന്ന മനസ്സിൽ നിന്ന് ഒരു ത്വര ഉണ്ടാവുകയും അതിനനുസരിച്ചുകൊണ്ട് കർമ്മങ്ങളിലേക്ക്, സൽക്കർമ്മങ്ങളിലേക്ക് നാം മുന്നേറുകയും ചെയ്യേണ്ടതുണ്ട്. ആ വിഷയത്തിൽ ഒരിക്കലും ഒരു പുറകോട്ടു പോകുന്ന സമീപനം നമുക്ക്, അതല്ലെങ്കിൽ ഒരു അലസത വരുന്ന സമീപനം നമുക്കുണ്ടാകുവാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പാപമോചനത്തിലേക്കും അതോടൊപ്പം തന്നെ ആകാശങ്ങളോളം ഭൂമിയോളം വ്യാപ്തിയുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതി കാണിക്കുവിൻ. കാരണം എന്താ? ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അതിൽ മുത്തഖികൾക്ക് ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ്. അഥവാ ആ സ്വർഗം ലഭിക്കുന്ന കാര്യത്തിൽ, നന്മകൾ ചെയ്യുന്ന വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പാപമോചനം ലഭിക്കുന്ന വിഷയത്തിൽ ഒരു മാത്സര്യബുദ്ധി നമുക്കുണ്ടാകേണ്ടതുണ്ട്. അവിടെ ഒരിക്കലും ഒരു അലസത കടന്നു വരാൻ പാടില്ല. അഥവാ ഏതൊരു കാര്യത്തിലും സാവകാശം വേണം, സാവധാനം വേണം. എന്നാൽ ധൃതി ഉണ്ടാകുന്ന അവസ്ഥ, ധൃതിപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ആലോചിക്കാതെ, ചിന്തിക്കാതെ, ഒരു പക്വതയില്ലാതെ കാര്യങ്ങളിലേക്ക് അടുക്കുന്ന അവസ്ഥ, അതും ഉണ്ടാകുവാൻ പാടില്ല. എന്നാൽ അതേ സമയം തന്നെ ഏതൊരു കാര്യങ്ങളിലായാലും അലസത കടന്നു വരാതെയും നാം ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ നമുക്ക് പ്രത്യേകം കാണുവാൻ സാധിക്കും, അല്ലാഹുവേ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, അശക്തതയിൽ നിന്നും, മടിയിൽ നിന്നും, അലസതയിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ എന്താണ് ഈ നമുക്ക് അനുവദനീയമല്ലാത്ത മോശപ്പെട്ട വേഗത എന്നത്? ഇമാം അബൂ ഹാത്തിം റഹിമഹുല്ലാ അത് രേഖപ്പെടുത്തുന്നു. ഇന്നൽ അജ്ല, വേഗത എന്നത് യഖൂലു ഖബിൽ അൻ യഅലം, ഒരു കാര്യം അറിയുന്നതിന് മുമ്പേ പറയുക, അതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. വയുജീബു ഖബിൽ അൻ യഫ്ഹം, ഒരു കാര്യം അത് മനസ്സിലാകുന്നതിന് മുമ്പേ ആ വിഷയത്തിൽ ഒരു മറുപടി പറയൽ, ഒരു കാര്യം അവതരിപ്പിക്കൽ. വ യഹ്മദ ഖബിൽ അൻ യജ്രിബ്, ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യം ലഭിക്കുന്നതിന് മുമ്പ്, കാര്യത്തെ കൃത്യമായി തൊട്ടറിയുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് പുകഴ്ത്തിപ്പറയൽ, അതിനെക്കുറിച്ച് നന്മകൾ പറയൽ. വയദുമ്മു ബഅദ മാ യഹ്മദ്, എന്നിട്ടോ പിന്നീട് അതിനുശേഷം അതിനെ മോശപ്പെടുത്തി പറയുകയും ചെയ്യുന്നു. വൽ അജ്ലു തസ്ഹബുഹു അൻ നദാമ, വേഗത കാണിക്കുന്നവൻ്റെ സഹചാരിയാണ് നദാമത്ത്, ഖേദം, സങ്കടം എന്നതാണ്. കാരണം എന്താ? അവന് കാര്യങ്ങൾ ആലോചിക്കാതെ, ചിന്തിക്കാതെ, അറിയാതെ, ബോധ്യപ്പെടുന്നതിന് മുമ്പാണ് അവനൊരു കാര്യത്തിലേക്ക് എടുത്തു ചാടിയത്, അവനൊരു കാര്യം പറഞ്ഞത്. പിന്നീട് അതിൻ്റെ പേര് അവന് ഖേദിക്കേണ്ടി വരുന്നു. വതഅതസിലുഹു സലാമ, ഒരു സമാധാനം അവൻക്കതിലൂടെ ലഭിക്കുകയില്ല. വകാനത്തിൽ അറബു തുസമ്മിഹ ഉമ്മുൻ നദാമാത്ത്, അറബികളായ ആളുകൾ ഇങ്ങനെ കാര്യങ്ങൾ ധൃതിപ്പെട്ട് ചെയ്യുന്നതിനെ ഉമ്മുൻ നദാമാത്ത്, ഖേദങ്ങളുടെ മാതാവ് എന്ന് പരിചയപ്പെടുത്താറുണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഏതേത് വിഷയങ്ങളിലായാലും നീ ഒരു കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് സാവകാശത്തോടു കൂടി പറയൽ, ചെയ്യൽ അത് നിർബന്ധം തന്നെയാണ്. സംസാരിക്കുന്ന സമയത്ത് അവിടെ സാവകാശത്തോടു കൂടി സംസാരിക്കണം, അതല്ലെങ്കിൽ അത് നമ്മുടെ വ്യക്തിത്വത്തിന് തന്നെ കോട്ടം സംഭവിക്കും. വാഹനം ഓടിക്കുന്ന സമയത്ത് സാവകാശത്തോടു കൂടി പക്വമായ നിലക്ക് വാഹനം ഓടിക്കാൻ കഴിയണം, അതല്ലെങ്കിൽ അത് അപകടത്തിലേക്ക് എത്തിക്കും. സമ്പത്ത് നേടുന്ന വിഷയത്തിൽ തനിക്ക് സമ്പത്ത് നേടണമെന്ന അത്യാർത്തിയോടുകൂടി തനിക്ക് ലഭിക്കുന്ന മാർഗങ്ങളിലേക്കെല്ലാം അവൻ പ്രവേശിക്കുന്നു, ഹറാമായ മേഖലകളിലേക്ക് അവൻ പ്രവേശിക്കുന്നു. അത് വേഗതയിൽ നിന്ന്, കാര്യങ്ങൾ ആലോചിക്കാതെ, പക്വതയില്ലാതെ ചെയ്യുന്നതിൽ നിന്ന് സംഭവിക്കുന്നതാണ്. അതൊരിക്കലും ഒരു യുക്തിയുള്ള ഒരു നല്ല വിശ്വാസിക്ക് ചേർന്ന നിലപാടല്ല എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടേതായ എല്ലാ ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് യഥാർത്ഥ സജ്ജനങ്ങളെ ജീവിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസൂലുള്ളാഹ്
رسول الله رسول الله.